He's look like See here. And This is how half-boiled with pepper egg made by very healthy food. Carrot and cabbage just cooked in oil with no masala and fish fry. fish fry. Mm, Ayla. that is why he is so handsome. He's because he is having. അങ്ങനെ ഞങ്ങൾ വീണ്ടും രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങ് ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഒന്നും നോക്കിയില്ല. അവസാന ബസ്സിന് കയറി പോന്നിരിക്കുകയാണ്. തിരിച്ച് ബസ് ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും യാത്ര തന്നെ. മനസ്സിലായോ? മനസ്സിലായോ? What did you say, bro? Okay, left side. Also statue of Jesus Christ. Near every junction there must be a Jesus Christ statue or something. And നേട്ടം ചേപ്പലിനെ പറ്റണം. Yeah, every time you are scaring about the dog and you scaring me as well. Very nice, bro. We don't scare that too much. if there is any opening, what we do? We will just record. Also. These dogs can recognize whether it is European or Asian. We can't catch fish. No fishing, bro. You say it is fishing here. I would have go to jail. Jail lo పెడతారా నాయనా. మనోడు ఇక్కడ ఫిషింగ్ చేయొచ్చు అది అని చెప్పి గూగుల్ తల్లి నమ్ముకొని వచ్చిండు భయ్య. కేరళలో వాళ్ళు ఎక్కువ పడతారు కదా చేపలు. అదే బుద్ధి పట్టుకొని మనోడు వేసేద్దాం గాలం అనుకుండు. కానీ అన్ఫార్చునేట్లీ అక్కడ పెద్ద చేప. చూద్దాం ట్రాన్స్లేట్ చేస్తారా అంటే చూసి ఒంగల్ ఇంకా ఒంగల్ అప్పిడియా Catch and leave. That's the purpose. We can catch one fish at a time. and then we leave. If they see we catch one more item, they may give penalties. We are in trouble. No charging. Charging ഇല്ലടാ. Charging ഇല്ലേ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വിചിത്രമായി നോക്കുന്നുണ്ട്. ആശാൻ ഒരു ആപ്പിളും അവിടെ നിന്ന് കട്ട് പറിച്ചിട്ടുണ്ട്. കനത്ത വെയിലാണെങ്കിലും കാറ്റിന് കനത്ത തണുപ്പാണ്. ട്രാൻസ്ഫോമർ കണ്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ. അങ്ങനെ കണ്ടു ട്രാൻസ്ഫോമർ. നമ്മൾ നടന്നു പോകുന്ന വഴി കൂടെയുള്ള എല്ലാ പട്ടികളും വട്ടമുണ്ട്. പട്ടിയൊക്കെ കുറെ ഏഷ്യൻസിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് തിരിച്ചറിയാം. പട്ടികളിൽ കുരയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുരയാണ്. ചിലടത്ത് അറിയില്ല, നല്ല പിറ്റ്ബുളൊക്കെ ഉണ്ട്, ചാടിയെന്ന് വരും. 45 minutes. ഹലോ. അപ്പം നമ്മുടെ നാട്ടിലെ കളർ നാടകം കൂട്ടി പോകുന്ന സെറ്റപ്പാണ്. കടകളൊന്നുമില്ല, പട്ടികളുണ്ട് എല്ലായിടത്തും. ഇവിടെ നടന്നു പോകുന്നതായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സ്വന്തമായി സൈക്കിൾ, സ്വന്തമായി കാറ്. ആൾക്കാർ കയറുമ്പോൾ കുടി പറഞ്ഞാൽ ഇവിടെ പോളണ്ടിൻ്റെ ഫ്ലാഗ് മിക്ക വീട്ടിലുണ്ടാവും. അമ്മച്ചി പാട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇവിടെ എന്താ പുകയുന്നുണ്ടല്ലോ കാര്യമായിട്ട്, സ്മോക്ക്. Do you see that smoke?
also try. Maybe this is the location. Google Map. Show me the location. ഇന്ത്യൻ മേ ബി ഈ വഴി കൂടെ ഇന്ത്യൻസ് ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന ഞങ്ങളായിരിക്കും അല്ലേ? ഇതാണ് ഈ എന്താ പറയുക, ഈ വില്ലേജിൽ അവസാന ബസ് സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ബസ് 5:17 ബസ്, അതുവരെ വെറുതെ നിൽക്കണം. നെക്സ്റ്റ് സ്റ്റോപ്പ് കമാൻ. ഇത് ബസ് സിസ്റ്റം എങ്ങനെയാണ്, ബസ് വരുന്ന പോകുന്നല്ല ഇതിനകത്ത് അറിയാൻ പറ്റും. 9 നമ്പർ ബസ്, 15, 16, 17 17, 16 5:16 തിരിച്ചു പോകാനുള്ള ബസ്. 5:16 ഓക്കെ. അത് ഇന്നോടെ ഉണ്ട്, 6:03 63. ഇങ്ങനത്തെ ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വില്ലേജ് പോയിന്റിലും അവസാനം ഉണ്ടാവും ഒരു കുരിശുപള്ളി. ഓഫ് ജീസസ് ഓർ സംതിങ്. അതിപ്പോൾ അടുത്ത ടൗണിലോട്ട് അടുത്ത വില്ലേജ് കയറാൻ പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ രൂപവും സംഭവമൊക്കെ വെച്ചു. അപ്പോൾ അതല്ല, റോഡ് തീർന്നു. ബസ്സിൻ്റെ കാട്ടിനുള്ളിൽ ഒത്ത നടുക്കൊരു വീട് സെറ്റ്. മോണിറ്ററിങ്. ഇവിടെ നല്ല നല്ല കോഴിയൊക്കെ പോകുന്നുണ്ട്. കോഴീനെ വളർത്തുന്നതും പന്നിനെ വളർത്തുന്നവരും ഒക്കെയാണ് ഉള്ളത്. രാവിലെയും രാത്രിക്കും എല്ലാം കോഴി പോകുന്നേക്കാം അല്ലേ? വേറൊരു സൗണ്ടില്ല. പുറത്താന്നേ, ഞാനേ പുലിയ കടുവയുണ്ടോന്നറിയില്ല. മുമ്പിൽ നിന്ന് ഒരാളും സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഫോറസ്റ്റ് ആണ്, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്, 9 നമ്പർ ബസ്. 5:10 ബസ് നേരത്തെ എത്തി. ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുക പോകാനായിട്ട്. ഇതിലൊരു കുറേ കുട്ടിയൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. 5:17 ഇവിടുന്ന് ബസ് എടുക്കും. വെയിറ്റിംഗ്.